അപ്പോ ഇവിടെ വീണയെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണം നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അവിടെയാണ് ആ പ്രചാരണം നടക്കുന്നത് എന്നുള്ളത് സത്യമാണെന്നിരിക്കട്ടെ. ഉം. അതും സത്യമാണെന്ന് നമുക്ക് സമ്മതിക്കാം. പക്ഷേ ഈ ഒരു പൊരുത്തക്കേട് ഇതവിടെ നിൽക്കുകയാണ്. വലിയ അനോമലി ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരു കമ്പനിക്ക് ഒരു കമ്പനി എന്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചെയ്യാത്ത വേതനത്തിന് സേവനം കൊടുത്തു? മറ്റേത് അവർക്ക് പറഞ്ഞ് ഇപ്പം ഈ പിന്നെ വലിയ എമൗണ്ട് വാങ്ങിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളുടെ പേരും ഈ ചുരുക്കപ്പേരിലുണ്ടല്ലോ. പി.വി, ഒ.വി, അല്ല ആ. ഒ.സി എന്നൊക്കെ ഉം. പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെല്ലാം പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി തങ്ങള് സംഭാവന സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ വിഷയം അവിടെ അവസാനിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഈ പറഞ്ഞതുപോലെ മണി ലോണ്ടറിങ് നടന്നതായിട്ടുള്ള വ്യക്തമായിട്ടൊരു തെളിവ് മുമ്പിൽ വന്നിരിക്കുന്നു. ഉം. അതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ ഇത് സാങ്കേതികമായിട്ട് ഇതൊരു വളരെ വ്യക്തമാക്കപ്പെട്ട ഒരു കേസാണ്. ഉം. ഇനി ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിലേക്ക് പോകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഉം. അവരുടെ ഇപ്പൊ ഈ മറ്റ് 50 കോടി 70 കോടിയൊക്കെ ഇങ്ങനെ വാങ്ങിച്ചെന്നുള്ള ലിസ്റ്റിലുണ്ടല്ലോ. ഉം. അപ്പൊ അതിലേക്ക് അന്വേഷണം നീളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിലേക്ക് നീളേണ്ടതാണ്. അതെല്ലാം മണി ലോണ്ടറിങ് ആണ്. അല്ലെ? അതെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ വ്യക്തമായിട്ടുള്ള ചില രേഖകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഉം. ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ ഇപ്പം രമേശ് ചെന്നിത്തലയാണെങ്കിലും ഓസി ആണെങ്കിലും അവർ പറഞ്ഞു രാഷ്ട്രീയ പിന്നെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് സംഭാവന സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അല്ലെ? അതെ. എന്നാൽ പിണറായി വിജയന്റെ മകൾക്ക് സേവനം ചെയ്യാതെ ജോലി കിട്ടിയതിന് എന്താ ന്യായം പറയുക?